പിണറായി സർക്കാരിൻ്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ വാർത്തകളിൽ നിരന്തരം ഇടപെടുന്ന PR ഏജൻസിയാണ് ബ്രിഡ്ജിംഗ്.മീഡിയ സൊല്യൂഷൻ. മുൻ മാധ്യമപ്രവർത്തകനായ TJ ശ്രീലാലാണ് നടത്തിപ്പുകാരൻ. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പിന്തുണയിൽ സർക്കാരിൻ്റെ ഇവന്റ് മാനേജ്മെൻറ്റ് PR കരാറുകൾ ഏജൻസിക്ക് ലഭിക്കുന്നുമുണ്ട്. ഏഷ്യാനെറ്റ്, മനോരമ, ന്യൂസ് 18 ചാനലുകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ശ്രീലാലിൻ്റെ മാപ്ര കണക്ഷൻ പ്രയോജനപ്പെടുത്തി സർക്കാരിന് എതിരായിട്ടുള്ള വാർത്തകൾ പൂഴ്ത്താനും പ്രതിപക്ഷത്തിന് എതിരായിട്ടുള്ള വാർത്തകൾ ഇളക്കിവിടാനും ഏജൻസിയെ റിയാസ് പ്രയോജനപ്പെടുത്താറുണ്ട്. സർക്കാരിന് എതിരായിട്ടുള്ള വാർത്തകൾ വന്നാലുടൻ കൃത്രിമമായ വിവാദങ്ങളും വാർത്തകളും സൃഷ്ടിച്ച് പുകമറ ഉണ്ടാക്കാനും TJ ശ്രീലാലിൻ്റെ ഇടപെടലുണ്ട്. പല മാധ്യമപ്രവർത്തകരും ബ്രിഡ്ജിംഗ്.ൻ്റെ പേറോളിൽ നിന്നും കിമ്പളവും ഗിഫ്റ്റുകളും പറ്റുന്നുമുണ്ട്. മാപ്രകൾക്ക് സർക്കാരിൽ ശുപാർശകൾ നടത്താനും ഇടനിലക്കാരൻ ശ്രീലാൽ തന്നെയാണ്. ന്യൂസ് 18-ൽ ദളിത് മാധ്യമപ്രവർത്തകരുടെ പീഡന കേസ് ഉണ്ടായപ്പോൾ ഡൽഹി ബ്യൂറോ ചീഫായിരുന്ന ശ്രീലാൽ തിരുവനന്തപുരത്ത് തമ്പടിച്ച് കേസ് അട്ടിമറിക്കുകയായിരുന്നു. ദളിത് മാധ്യമപ്രവർത്തകയ്ക്ക് നിയമസഹായം നൽകാൻ KUWJ നീക്കം ആരംഭിച്ചപ്പോൾ പിന്മാറ്റാനും ശ്രീലാലിൻ്റെ ഇടപെടൽ കാരണമായി. നിയമസഹായം നൽകാൻ യൂണിയൻ ചുമതലപ്പെടുത്തിയ KUWJ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കിരൺ ബാബുവിനെ ശ്രീലാൽ വിലക്കെടുത്തു. യൂണിയൻ പിന്തുണ പ്രതീക്ഷിച്ച് ന്യൂസ് 18-ൽ ശ്രീലാ പിള്ളയുടെ നേതൃത്വത്തിൽ സമരം തുടങ്ങിയ മാധ്യമപ്രവർത്തകർ വെട്ടിലുമായി. സമരക്കാരെ യൂണിയൻ വഞ്ചിച്ചതിന് പിന്നാലെ സ്ഥാപനത്തിൽ കൂട്ട പിരിച്ചുവിടലും നടക്കുകയായിരുന്നു. സമരം ചെയ്തവരും ആത്മഹത്യാ ശ്രമത്തിൽ ആശുപത്രിയിലായ ദളിത് മാധ്യമപ്രവർത്തകയും വഴിയാധാരവുമായി. വർഗവഞ്ചന നടത്തിയ കിരൺ ബാബുവിന് ന്യൂസ് 18 ജോലി നൽകി പ്രത്യുപകാരവും ചെയ്തു. കേരള കൗമുദിയിൽ നക്കാപ്പിച്ച ശമ്പളത്തിൽ നിന്നും ന്യൂസ് 18-ലെ വമ്പൻ സ്കെയിലിലേക്ക് ഉദ്യോഗവും കിട്ടി. ഹൈക്കോടതിയിൽ കേസ് അട്ടിമറിക്കാൻ പോലീസും ന്യൂസ് 18-നും കൂട്ടുനിന്നു. ബിരുദം പോലുമില്ലാതെ മാധ്യമമേഖലയിൽ ഉന്നത പദവികളിലെത്തിയ കാര്യത്തിൽ ദീപക് ധർമ്മടത്തിന് സമാനമാണ് ശ്രീലാൽ. ഏഷ്യാനെറ്റിൽ VK മാധവൻകുട്ടിയുടെ ഡ്രൈവറായാണ് ശ്രീലാൽ മാധ്യമസ്ഥാപനത്തിൽ എത്തുന്നത്. വൈകാതെ ഡ്രൈവർ കം ക്യാമറ അസിസ്റ്റന്റായി. ബ്യൂറോ ചീഫായി വന്ന ജയദീപിനെ മണിയടിച്ചും വാർത്തകൾ ചെയ്യാനുള്ള അവസരവും സംഘടിപ്പിച്ചു. ബിരുദമില്ലായ്മ ഏഷ്യാനെറ്റിൽ പ്രശ്നമല്ല എങ്കിലും തുടർന്നും ജോയിൻ ചെയ്ത മനോരമ ചാനലിൽ വിഷയമായി. ബിരുദ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പലതവണ HR വിഭാഗം നോട്ടീസ് കൊടുത്തുവെങ്കിലും ശ്രീലാൽ അനങ്ങിയില്ല. ബിരുദ പ്രശ്നം വഷളാകുന്നതിനിടെ ന്യൂസ് 18-ലേക്ക് ചാടി. അവിടെ നിന്ന് പുകച്ച് പുറത്താക്കപ്പെട്ടപ്പോഴാണ് റിയാസിൻ്റെ തണലിൽ സ്വന്തം PR ഏജൻസി പണി തുടങ്ങിയത്.